ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ബേസിക് ഫില്ലിങ്സ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മളിത് അതേപോലെ ഒരു ബോക്സ് വരയ്ക്കുക. അപ്പോൾ ഞാനിവിടെ ചെറിയ ബോക്സാണ് വരച്ചത്, അതേപോലെ നിങ്ങൾ നിൽക്കാൻ കേട്ടോ. നിങ്ങൾ അത്യാവശ്യം കുറച്ച് വലിയ ബോക്സ് വരയ്ക്കുക, അപ്പോഴേ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മളെ സ്പോളിൻ്റെ ഒരു മിനി വേർഷൻ ഒരുപാട് ഉള്ളിലേക്കാക്കാതെ നമ്മൾ റൗണ്ട് വരച്ചിട്ട് എന്താക്കുക, ചെറിയൊരു വാല് ഉള്ളിലേക്കാക്കി കൊടുക്കുക. കണ്ടില്ലേ? അതേപോലെ അത് നമ്മളെന്താക്കുക, ഇതേപോലെ ബോക്സ് ഫുള്ളും ഫില്ല് ചെയ്ത് കൊടുക്കാം. സംസാരത്തിൽ കുറച്ച് അപാകതകളൊക്കെ കാണാം, സുഖമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് നിർത്തിയൊക്കെ പറയുന്നത് മൈൻഡ് ചെയ്യണ്ട. നമ്മളെ ക്ലാസ് ഇതൊക്കെ എടുക്കുക. അപ്പോൾ ഒന്നുമില്ല, ഇതൊക്കെ ഉണ്ടല്ലേ, നമ്മൾ റൗണ്ട് വരയ്ക്കുക, ഉള്ളിലേക്ക് ഇതേപോലെ ചെറിയൊരു വാലിട്ട് കൊടുക്കുക. നമ്മളെ സ്പോളിൻ്റെ ചെറിയൊരു മിനി വേർഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ആർക്കെങ്കിലും ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ DM ചെയ്താൽ മതി കേട്ടോ. ഞാൻ വേണമെങ്കിൽ കോൺടാക്ട് നമ്പറും ടാഗ് ചെയ്ത് വെക്കുക. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യുക കേട്ടോ. ചെറിയ ഫീസും കാര്യങ്ങളെല്ലാം വരുന്നുള്ളൂ പഠിക്കാനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എൻ്റെ കൂടെ തന്നെ പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാം. ഓൺലൈൻ ക്ലാസ്സാണ്. ഓഫ്ലൈൻ ക്ലാസ് ഇപ്പോൾ എടുക്കുന്നില്ല, ഇൻഷാ അല്ലാഹ് തുടങ്ങുമ്പോൾ പറയുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്തായാലും അറിയിക്കാം കേട്ടോ. നമുക്ക് വാട്സപ്പിലൂടെ റെക്കോർഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും എല്ലാം ഇനി മുതൽ അവൈലബിൾ ആണ്. അതേപോലെ അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അടുത്ത് നമ്മൾ അതേപോലെ തന്നെ ഒരു ബോക്സ് വരയ്ക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞു, അതിനെ പോലെ ചെറിയ ബോക്സ് ആരും വലിക്കേണ്ട. ഒരുപാട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായതിനെ കൊണ്ട് മൈലാഞ്ചി ഏകദേശം കഴിയാനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയ ബോക്സ് ആക്കി. ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഞാൻ അങ്ങനെ കാണിച്ചിട്ടില്ല, കാരണം നിങ്ങളും അതേ തനി പകർപ്പ് കാണിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളെന്തായാലും വലിയ ബോക്സ് വരച്ച് ചെയ്യാം കേട്ടോ, നമുക്ക് പഠിച്ച് സെറ്റാവണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മളെ സ്പോളില്ലേ, ഫസ്റ്റ് ബേസിക് ക്ലാസ് കണ്ടവർക്ക് ഈ സ്പോൾ എന്താണ്, ഹംസ് എന്താണ്, ഡോട്ട്സ് എന്താണെന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഈ ഒരു പാതി വഴിയിൽ ഇത് കാണരുത്. കാണുമ്പോൾ നമ്മളെന്താക്കുക, ആ ഫസ്റ്റ് ബേസിക് ക്ലാസ് മുതലേ തുടങ്ങാം. എന്നാലേ നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ എന്തെങ്കിലും മനസ്സിലാവുള്ളൂ, ഇല്ലെങ്കിൽ ഒന്നും തിരിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും എല്ലാ വീഡിയോസിലും പറയുന്നത് നമ്മൾ ഫസ്റ്റ് ക്ലാസ് മുതൽ കാണണം, തുടങ്ങണം എന്നൊക്കെ. നമ്മളെ യൂട്യൂബിൽ ആരെയും കാണുന്നവരുണ്ടെങ്കിൽ അവരോടാട്ടോ പറയുന്നത്. അപ്പോൾ ഒന്നുമില്ല, നമ്മളെ സ്പോൾ വരയ്ക്കുക. കണ്ടില്ലേ, സ്പോൾ ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ എന്താക്കുക, എക്സ്ട്രാ ഡബിൾ ലൈനും കൂടി വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ കൂടെ കണ്ടില്ലേ. അങ്ങനെ നമ്മൾ ആ ഒരു ബോക്സ് ഫില്ല് ചെയ്യണം. ഇതൊക്കെ കാണുമ്പോൾ സിമ്പിളാണ്. നമ്മൾ ഈ ബ്രൈഡൽ ഡിസൈൻസിലൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇതിൽ എടുത്ത് നോക്കൂ, നിങ്ങൾക്ക് ഈ ഡിസൈൻസും കാര്യങ്ങളും ഫില്ലിങ്സൊക്കെ കാണാം. നമുക്കൊരു വലിയൊരു 2 ബോർഡർ ലൈൻസൊക്കെ കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഫില്ല് ചെയ്താലുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും, നല്ല ഈസി ആയിരിക്കും. നമുക്ക് മെഹന്ദീനെ പല തരത്തിൽ നമുക്ക് തന്നെ ഡിസൈൻ ചെയ്യാം. നമ്മളതായ ടേസ്റ്റിൽ ഒരാൾ ചെയ്ത വർക്ക് തന്നെ ആവണമെന്നില്ല, നമുക്ക് നമ്മളതായ ഐഡിയക്കൊക്കെ നമുക്ക് കൊണ്ടുവരാം. ഈ എലമെൻറ്റ്സൊക്കെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സുഖമാണ്, നമുക്ക് നമ്മളതായ ഡിസൈൻസൊക്കെ ചെയ്യാം. ഞാൻ പുറത്തൊന്ന് വരച്ച് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ സ്പോൾ ആദ്യം വരയ്ക്കുന്നുണ്ട്, എന്നിട്ട് അതിന് മുകളിൽ ഡബിൾ ലൈൻ കൊടുക്കണം കേട്ടോ. മൂന്നാമത്തെ ബോക്സിൽ ഒന്നുമില്ല, നമ്മൾ ഇതേപോലെ ഒരു പോലെ കേവും ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഡബിൾ ലൈൻ കേട്ടോ. ഒന്നുമില്ല, കണ്ടില്ലേ, ജസ്റ്റ് ഒരു കേവ് പോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ 2 ഡബിൾ ലൈൻ.
നല്ല അത്യാവശ്യം വലുതൊക്കെ വരച്ചാലും നല്ല ഭംഗിയുണ്ടാവും കാണാൻ കേട്ടോ. അതേപോലെ തന്നെ നമുക്കൊരു ഇതിൽ തന്നെ ഒരു വേറെ പാറ്റേൺ ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു കേവ് വരച്ചില്ലേ, അത് ഫില്ല് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഈ ഡബിൾ ലൈൻസ് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഓരോ ലുക്കും വ്യത്യസ്തമായിട്ട് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തിടാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കൊടുക്കുക ഇവിടെ ഫസ്റ്റ് 2 ഡബിൾ ലൈൻ കൊടുത്ത്, അത് നമുക്ക് ത്രിബിൾ ലൈനൊക്കെ, പിന്നെ 4 5 ഇനി ഓരോ സിംഗിൾ ലൈൻ കൊടുക്കണേ അങ്ങനെയും ആക്കാം. അതൊക്കെ നമ്മളെ ചോയ്സും കാര്യങ്ങളുമാണ്. കണ്ടില്ലേ, അതിന് ഓരോരോ വ്യത്യസ്ത ലുക്ക് നമുക്ക് ഓരോ ഡിസൈൻ തന്നെ പല രീതിയിലേക്കും നമുക്ക് മാറ്റിയെടുക്കാം. നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഓരോ ഡിസൈൻസ് കാണുമ്പോൾ അതെങ്ങനെ വരയ്ക്കും എന്നൊക്കെ നമുക്ക് ചിന്ത ഉണ്ടാവും. പക്ഷേ ഈ ബേസിക് എലമെൻറ്റ്സ് പഠിച്ചവർക്ക് ഇത് ഏതൊരു ഡിസൈൻ കാണുമ്പോഴും ഇപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും അല്ലേ. നമ്മൾ ABCD ഒക്കെ പഠിക്കുന്ന പോലെ തന്നെ നമുക്ക് എഴുതാനും വായിക്കാനും നമ്മളെങ്ങനെയാണ് പഠിക്കുന്നത്, അതേപോലെ തന്നെ മെഹന്തിൻ്റെ ABCD ആണ് ഈ ഒരു കാണുന്ന എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ. നാലാമത്തെ ബോക്സിൽ ഞാൻ ചെയ്യുന്നത് ഒരു സ്വേൾ വരയ്ക്കുന്നുണ്ട്. ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഒരു ലൈന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ നമ്മളെ എന്താ പറയുക ഹംസ് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഡബിൾ ലൈൻസ്. എൻ്റെ മെഹന്തി അത്യാവശ്യം എല്ലാം ഉണ്ട് കേട്ടോ, കുറേ ക്ലാസ്സും കാര്യങ്ങളുണ്ട് എന്നെക്കൊണ്ട്. ഈ ഒരു മൈലാഞ്ചിൻ്റെ പ്രശ്നം അതാണ്. ഇത് പഠിക്കാൻ സുഖമാണ് ഈ മെഹന്തി, പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൽ വെക്കണം. ഒരു കുറച്ച് സമയമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എന്താണ്, പഠിക്കാൻ നല്ല എളുപ്പമാണ്. കാരണം സ്റ്റക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ നല്ല സ്മൂത്തായിട്ട് വരും. സോ പഠിക്കാൻ സംബന്ധിച്ചിട്ട് ഇത് ഓക്കെയാണ്, നല്ല കളറും കാര്യങ്ങളുള്ള മെഹന്തി. പക്ഷെ പെട്ടെന്ന് അലിയും, അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. കണ്ടില്ല, ഞാൻ സ്വേൾ ആദ്യം വരച്ച് അതിൻ്റെ മുകളിൽ കൂടെ ഫസ്റ്റ് ഞാൻ സിംഗിൾ ലൈനാണ് കൊടുത്തത്, ഇപ്പോൾ ഞാൻ ഡബിൾ ലൈനാണ് കൊടുത്തത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഹംസ് കൊടുത്ത്, കണ്ടില്ലേ. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ ഡബിൾ ലൈനും കൂടി വരച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത്. ഞാൻ ആദ്യം പറയുകയാണ്, എന്നെപ്പോലെ ചെറിയ ബോക്സ് വരയ്ക്കരുത്, നിങ്ങൾ അത്യാവശ്യം വലുപ്പമുള്ള ബോക്സ് വരയ്ക്കണം. എന്നാലേ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്താലേ പഠിക്കാൻ കഴിയുള്ളൂ കേട്ടോ. ഓരോന്ന് ആ സിംഗിൾ ചെയ്തിട്ട് ഒന്നാകെ ചെയ്തിട്ട് വേണ്ട, ഓരോന്ന് സിംഗിൾ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളെ ക്ലാസ് ഇന്നത്തെ ഇത്രേ ഉള്ളൂ. കുറച്ച് ഞാൻ എടുക്കാനുണ്ടോ, ഒരുപാട് എടുത്ത് പോയിട്ടും കാര്യമില്ല, വെറുതെ വീഡിയോ ലെങ്ത്ത് കൂട്ടിയിട്ടും കാര്യമില്ല. കാരണം നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അത് കുറച്ചായാൽ തന്നെ കഴിയുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് കുറച്ച് പാർട്ടായിട്ട് എടുത്ത് സ്പ്ലിറ്റാക്കി വെക്കുന്നത് കേട്ടോ. കാരണം നിങ്ങൾക്ക് കുറേ നേരം ഒരു വീടിൻ്റെ മുകളിൽ സിറ്റിങ് സാധിക്കുന്നതല്ല, അതുകൊണ്ട് നമ്മൾ കുറച്ച് ചെയ്തിട്ട് വിടാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട്